എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊട്ടാരുണ്ണി ശ്രീജിത്ത് പണിക്കരോടുള്ള കലിപ്പ് തീരണല്ലോ. മുമ്പ് 24 എന്ന് പറയുന്ന ചാനലിൽ ജനകീയ കോടതി എന്ന് പറയുന്ന പരിപാടിയിൽ ഈ ശ്രീജിത്ത് പണിക്കരും ഹരീഷ് വാസുദേവനും തമ്മിൽ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ഒരു വലിയ ഡിബേറ്റ് ഉണ്ടായിരുന്നു. അത് വലിയ ചർച്ചയായ ഒരു ഡിബേറ്റായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോ ആണ്, ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ മൊട്ടാരുൺ 24 എന്ന് പറയുന്ന ചാനലിലായിരുന്നു. ആ പരിപാടിക്ക് മീഡിയേറ്ററായിട്ട് നിന്നത് ഈ മൊട്ടാരുണായിരുന്നു. അപ്പോൾ ഈ മൊട്ടാരുണും ഹരീഷ് വാസുദേവനും ചേർന്ന് ഏകദേശം 10 ദിവസത്തോളം പ്രിപ്പറേഷൻ നടത്തി ശ്രീജിത്ത് പണിക്കരെ ഒന്ന് മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ശ്രീജിത്ത് പണിക്കരുടെ മുമ്പിൽ, ശ്രീജിത്ത് പണിക്കരുടെ അറിവിന് മുന്നിൽ ശരിക്കും ഇവർ രണ്ട് പേരും കീഴടങ്ങുന്ന ദയനീയ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ പിന്നീട് അവരുണ്ടല്ലോ ഈ ജനകീയ കോടതി എന്ന് പറയുന്ന പരിപാടി കുറേ എഡിറ്റ് ചെയ്ത്, അതായത് ഇവർ ശ്രീജിത്ത് പണിക്കരുടെ മുന്നിൽ നാണം കെടുന്ന ആ പോർഷനൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നീട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു 24 അവർ യൂട്യൂബിൽ. അതിനുശേഷം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്രീജിത്ത് പണിക്കർ എന്നെ നേരിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എഡിറ്റഡ് വേർഷനാണ്, ഇതിൽ പല വേർഷനും അവിടെ ഇല്ല, പല പോർഷനും അവിടെ ഇല്ല എന്ന് ശ്രീജിത്ത് പണിക്കർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആദ്യമായിട്ടാണ് ഈ എന്താ പറയണ്ടേ ഈ മൊട്ടാരുണും ശ്രീജിത്ത് പണിക്കർ ഒരു സംവാദത്തിൽ ഏർപ്പെടുന്നത്. ശരിക്കും അദ്ദേഹം ഒരു മീഡിയേറ്റർ ആണ്. അതിൽ ആ മീഡിയേറ്റർക്ക് പകരം ശരിക്കും അദ്ദേഹം ഒരു സംവാദകൻ്റെ, ആ സംവാദകൻ്റെ റോളിലേക്ക് വരികയും ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ആകാൻ പാടില്ല. ഒരു ചർച്ച നയിക്കുന്ന ആൾ ഇത് ശരിക്കും എന്താ പറയണ്ടേ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളെ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക മീഡിയേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ നേരെ മറിച്ച് ആ പരിപാടിയിൽ മൊട്ടാരുൺ ശ്രീജിത്ത് പണിക്കരെ വളരെ രീതിയിൽ അത് ശ്രീജിത്ത് പണിക്കരെ എങ്ങനെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ടിരുന്നു. ഇവർ തന്നെ ഒരുപാട് ദിവസം ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ പരിപാടിയിൽ വന്നത്. പക്ഷേ ശ്രീജിത്ത് പണിക്കരുടെ മുമ്പിൽ ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം ആ പരിപാടി കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞു. ഇപ്പോഴും മൊട്ടാരുണിൻ്റെ എന്താ പറയുക ശ്രീജിത്ത് പണിക്കരോടുള്ള കലിപ്പ്, ആ അസൂയ ഇപ്പോഴും തീരുന്നില്ല. ഇദ്ദേഹത്തിന് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, അതായത് ഇദ്ദേഹം ഈ മലയാള മാധ്യമ ലോകത്തെ എന്തോ വലിയ സംഭവമാണ് എന്ന് സ്വയം ധരിച്ച് നടക്കുന്ന ഒരാളാണ്. താനെന്തോ പറയുക അറിവിൻ്റെ നിറകുടമാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ മൊട്ടാരുൺ നയിക്കുന്ന ചർച്ചയിൽ പലപ്പോഴും അതായത് ഇവരുടെ എന്താ പറയുക ഇവരുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അതായത് ഇവരൊരിക്കലും മറ്റുള്ളവരെ സ്കോർ ചെയ്യാൻ വിടില്ല. അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഈ മൊട്ടാരുൺ ചർച്ചയ്ക്ക് വിളിക്കൂ. അപ്പോൾ ഇവർക്ക് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തിപരമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് എന്താ പറയുക ചർച്ചയുടെ ഡയമെൻഷൻ തന്നെ മാറ്റുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഈ മൊട്ടാരുൺ. അപ്പോൾ ഇപ്പോൾ ഈ മൊട്ടാരുൺ വീണ്ടും ശ്രീജിത്ത് പണിക്കർക്കെതിരെ തിരിയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ടാണ്. അതായത് നിമിഷപ്രിയ യമനിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് യമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സർക്കാരില്ല, അവിടെ ഹൂത്തികളാണ് ഭരിക്കുന്നത്. ഹൂത്തികൾ തന്നെ 1-2 ഗ്രൂപ്പ് തിരിഞ്ഞാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ സുസ്ഥിരമായ ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഇടപെടുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ കാന്തപുരവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളുണ്ടായി. അപ്പോൾ കാന്തപുരം ഇടപെട്ടിട്ട് അതിനെന്താ പറയേണ്ടത് നിമിഷപ്രിയയുടെ തൂക്കിക്കൊല്ലാൻ നീട്ടിവെച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോഴും ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുന്നില്ല. കാന്തപുരത്തിന് അങ്ങനെ ഇടപെടാൻ പറ്റിയോ, അത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയോ എന്നൊക്കെ. കഴിഞ്ഞ ദിവസമാണ് ആ കൊല്ലപ്പെട്ട അവൻ്റെ സഹോദരൻ വന്നിട്ട് പറയാണ്, അതായത് ഒരാളായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല, ചർച്ച ചെയ്യേണ്ടത് നിമിഷപ്രിയയുടെ ഫാമിലിയായിട്ട് ആണ് എന്നാണ് അവരുടെ ഫാമിലി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വരുന്ന വാർത്തകളൊക്കെ ശരിക്കും ആരൊക്കെയോ വെള്ളപൂശാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും അപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയ എന്തുകൊണ്ടാണ് അവിടെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ കാരണം അന്വേഷിക്കണം എന്താണെന്ന്. അതായത് ഇവിടെയൊക്കെ പറയുന്നത് വെച്ചാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് അവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടും അത്തരത്തിൽ അവിടുത്തെ രാജ്യത്തെ പല സംവിധാനങ്ങളിലേക്കുള്ള ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യമൻ പൗരനെ അവർ പരസ്പര സമ്മതത്തോടു കൂടി വിവാഹം കഴിച്ചു. അപ്പോൾ വിവാഹം കഴിച്ചിട്ട് പിന്നീട് എന്താ പറയേണ്ടത് അവർ പല ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിവാഹം കഴിച്ചത്. അതിനുശേഷം ആ യമൻ പൗരൻ ഒരുപാട്, അതായത് ഭർത്താവിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് നിരന്തരം ഇവരെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇവരുടെ പൈസ, മാല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപഹരിക്കാൻ തുടങ്ങി. ഇവർക്കൊരു ശല്യമായി മാറി. അവസാനം ഇവരുടെ ശല്യം സഹിക്കവയ്യാതെ ഈ നിമിഷപ്രിയ യമൻ പൗരനെ അതിശക്തമായ വിഷം കുത്തിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ കൊന്നിട്ട് കഷ്ണങ്ങളാക്കി 110 കഷ്ണങ്ങളാക്കിയിട്ട് വാട്ടർ ടാങ്കിൽ തള്ളി. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കുറ്റകൃത്യമാണോ, ഒരു കാര്യമാണോ നിമിഷപ്രിയ ചെയ്തത്? സ്വാഭാവികമാണ്. അല്ല, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കൊന്നിട്ടങ്ങ് കളഞ്ഞാൽ പോരെ. അപ്പോൾ അത് മാത്രമല്ല, കൊന്നത് മാത്രമല്ല 110 കഷ്ണങ്ങളാക്കിയിട്ട് വാട്ടർ ടാങ്കിൽ, അതായത് പബ്ലിക്കായി ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന, അതായത് ആയിരക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിൽ തള്ളി. അത് വലിയൊരു കുറ്റമാണ്. അത് ശരിക്കും സ്വയരക്ഷ എന്ന ഇതിൻ്റെ ആ ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെയാണ് ശ്രീജിത്ത് പണിക്കറും പറയുന്നത്. അതായത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതെന്ന് വെച്ചാൽ ശ്രീജിത്ത് പണിക്കറിൻ്റെ ഒരു നീതി ബോധം വെച്ച് നോക്കുകയാണെങ്കിൽ നിമിഷപ്രിയ അവിടെ വധശിക്ഷയ്ക്ക് വിധേയമാകണം. അത് നിമിഷപ്രിയ അർഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. നിരവധി ആൾക്കാർ ഈ വീഡിയോ വന്നതിന് ശേഷം, ശ്രീജിത്ത് പണിക്കർ ആ വീഡിയോ വന്നതിന് ശേഷം നിരവധി ആൾക്കാർ ശ്രീജിത്ത് പണിക്കറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്വയരക്ഷയ്ക്ക് ചെയ്ത കാര്യമല്ല നിമിഷപ്രിയ ചെയ്തത്, അതിഭീകരമായ കുറ്റകൃത്യമാണ് ചെയ്തത്. അത് നിമിഷപ്രിയ എന്താ പറയേണ്ട ഒരു നേഴ്സാണ്. അപ്പോൾ ആ നേഴ്സ് ഒരു ജീവൻ രക്ഷിക്കേണ്ട ഒരാൾ, അതായത് അതേ മാർഗ്ഗത്തിലൂടെ തന്നെ അമിതമായ മരുന്നുകൾ ഇതൊക്കെ കുത്തിവെച്ചിട്ട് ഒരാളെ കൊല്ലുന്നു. ശരിക്കും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് എന്തിനായാലും നിമിഷപ്രിയ വധശിക്ഷ
അർഹിക്കുന്നുണ്ട് എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്. അപ്പോൾ ഇതിനെതിരെയാണ് ഈ മൊട്ട അരുണും ടീമും റിപ്പോർട്ടർ ടിവിയിൽ ഇരുന്ന് ശരിക്കും ശ്രീജിത്ത് പണിക്കരെ പേരെടുത്ത് പറയാതെ പല രീതിയിലും ഇതാക്കിയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്തരത്തിലുള്ള ആൾക്കാർ ഒറ്റുകാരാണ് എന്നാണ് ഈ മൊട്ട അരുണ പോലത്തെ ആൾക്കാർ പറയുന്നത്. കാസയുടെ കെവിൻ പീറ്റർ, പിന്നെ ശശികല ടീച്ചർ, പിന്നെ ശ്രീജിത്ത് പണിക്കർ. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറയാത്ത ഒരു കാര്യം വെച്ചിട്ടാണ് ഇപ്പോൾ ശരിക്കും ശ്രീജിത്ത് പണിക്കരെ എന്താ പറയുക ഇവർ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് ശ്രീജിത്ത് പണിക്കരെ അപമാനിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജിത്ത് പണിക്കർ പറയാത്ത ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവർ ചർച്ച നടത്തുന്നത്. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യമനിൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, അതായത് കാന്തപുരത്തെ ഉദ്ദേശമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലൊരാൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അവരെ ഇവിടുത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കണം എന്ന് എന്താ പറയുക അതേ ശശികല ടീച്ചർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതേ ഇതും ശ്രീജിത്ത് പണിക്കർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രീജിത്ത് പണിക്കരും പറയുന്നുണ്ട് എന്നാണ് ഇവരുടെ ചാനൽ ഫ്ലോറിൽ ഇവരിപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ ശ്രീജിത്ത് പണിക്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രീജിത്ത് പണിക്കർ അങ്ങനെ ഒരു തരത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് യമനിൽ പോലും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കണമെന്ന് ശ്രീജിത്ത് പണിക്കർ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ശ്രീജിത്ത് പണിക്കറിനെ പറഞ്ഞിട്ടുണ്ട്, ശശികല ടീച്ചറോ കെവിൻ പീറ്ററോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ കാര്യം എൻ്റെ തലയിൽ, അതായത് അതിലേക്ക് എന്നെയും ആഡ് ചെയ്യണ്ട എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ ശ്രീജിത്ത് പണിക്കരോടുള്ള, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതായത് മുമ്പ് പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ അനുകൂലം അതിൻ്റെ ഇതിൽ നടന്ന ചർച്ചയിൽ ശരിക്കും നാണം കെട്ട് തേഞ്ഞൊട്ടിയിരുന്നു. അതായത് അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി മറ്റേ ശ്രീജിത്ത് പണിക്കർ മൊട്ട അരുണിനെ വലിച്ചു വാരി ഭിത്തിയിൽ ഒട്ടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പക ഇപ്പോഴും മൊട്ട അരുണിന് തീരുന്നില്ല. ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ശ്രീജിത്ത് പണിക്കരെ ശരിക്കും സമൂഹ മധ്യത്തിൽ ശരിക്കും നാറ്റിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ മൊട്ട അരുൺ. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെ തന്നെ ഇങ്ങനെ കൊണ്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീജിത്ത് പണിക്കറിൻ്റെ വാദത്തോട് കുറേ ആൾക്കാർ യോജിക്കുന്നു, ഒരു 90% പേരും യോജിക്കുന്നു. അതായത് സ്വയം പ്രാണരക്ഷാർത്ഥം ചെയ്ത കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ആ മരുന്ന് കുത്തിവെച്ച് രക്ഷപ്പെടാമായിരുന്നു. ഇത് 110 കഷ്ണങ്ങളാക്കിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിലേക്ക് കൊണ്ടുവിടുക എന്ന് വെച്ചാൽ വലിയ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും എതിർത്ത് പറഞ്ഞുകൂടാ എന്നാണ് ഇപ്പോൾ ഈ മൊട്ട അരുണിനെ പോലെ ആൾക്കാർ പറയുന്നത്. എന്ത് തന്നെയായാലും ശ്രീജിത്ത് പണിക്കർ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ എൻ്റെ ഏതെങ്കിലും വീഡിയോയിലോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സാധനം പബ്ലിക് ഡൊമൈനിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. റിപ്പോർട്ടർ ഇവനെ മൊട്ട അരുണിനെ അവിടുത്തെ ആൻഡോ അഗസ്റ്റിനെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. അതായത് ഇങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലൂടെ നിങ്ങളുടെ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസ് എല്ലാ ദിവസവും എല്ലാ ഫ്ലോറും ഞാൻ രാവിലെ വന്ന് കഴുകി വൃത്തിയാക്കി തരും എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ. അപ്പോൾ എന്തിനായാലും നമുക്ക് കാത്തിരിക്കാം. ഈ റിപ്പോർട്ടർ ടിവിയുടെ ആൾക്കാർ മൊട്ട അരുണായാലും ഈ ആൻഡോ അഗസ്റ്റിനായാലും ഈ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യം എന്താ പറയുക, അത് അങ്ങനെ പറഞ്ഞതിൻ്റെ തെളിവ് കാണിക്കുകയാണെങ്കിൽ ശ്രീജിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിനെ കാത്തിരിക്കാം. റിപ്പോർട്ടർ ടി വി ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യം പുറത്തു വിടട്ടെ. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.